കോർപ്പറേഷന്റെ സെക്രട്ടറി ജഹാംഗീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ പ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ്, നേവിയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മുടെ ഈ തുടക്ക ഭാഗത്ത് നേവിയും ഈ 3 ടീമും ചേർന്നുകൊണ്ട് തന്നെ സോണാർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു ഇന്നലെ ചെയ്ത അതേ സെർച്ച് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഇതിന് ഡൗൺ സ്ട്രീമിലേക്ക് നമ്മുടെ റെയിൽവേയുടെ കോമ്പൗണ്ട് പുറത്തേക്കുള്ള ആമയിഞ്ച റോഡിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഉള്ള സെർച്ച് കൂടി ഇന്ന് ചെയ്യുന്നുണ്ട്. ഈ 3 ടീമായിട്ട് തന്നെ 3 ടീം കൂടെ ജോയിന്റ് ആയിട്ട് താഴേക്ക് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇന്ന് എക്സർസൈസ് ചെയ്യുന്നത്. നേവി ഇറങ്ങുന്ന സമയത്ത് NDRFനോ ഫയർഫോഴ്സിനെയും സഹായം ഉണ്ടാവും. ഇവിടെ ഇതുപോലെ തന്നെ 3 ടീമായിട്ട് 3 ജോയിന്റ് ആയിട്ട് തന്നെ താഴേക്കും ഡൗൺ സ്ട്രീമുള്ള സെർച്ചുകളും ചെയ്യും. ഈ മറ്റ് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത ഒരു ഫ്ലഡിംഗ് രീതിയിൽ വെള്ളം ഒഴുക്കി വിടുക തൽക്കാലം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ. അത് കാരണം അത് തൽക്കാലം തുടങ്ങിയിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഉണ്ട്, പ്ലാനിൽ തന്നെ ഉണ്ട്. NDRFന്റെ ചുമതലയുള്ള എങ്ങനെയാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്? സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെയാണ് നേവിയും ഫയർഫോഴ്സും NDRFും കൂടി സംയുക്തമായിട്ട് അപ്സ്ട്രീമിൽ നിന്ന് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പാരലലി തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ NDRFും ഡൗൺ സ്ട്രീം റെയിൽവേസ് കഴിഞ്ഞുള്ള പാർട്ട് ഓഫ് കനാലിലും സെർച്ച് നമ്മൾ പാരലലി തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ബാക്കി പ്ലാൻസ് ഇപ്പം പറഞ്ഞതെല്ലാം നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡ് ബൈയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം എന്തെങ്കിലും മഴ കാരണം എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുവാണെങ്കിൽ മാത്രം ഡിസ്കസ് ചെയ്ത് പ്ലാൻ മാറ്റാനായിട്ട് ഇപ്പം എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്.